ചരിത്രത്തിന്റെ ഏടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ മാത്രമായിട്ട് മാറി, അത് മുഴുവൻ വിസ്മൃതിയിലേക്ക് മാറി. പക്ഷേ ഭാരതത്തിന്റെ സംസ്കാരം ആളുകൾ ചോദിക്കുന്നു, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അത് നിലനിൽക്കുന്നു, ഇന്നും അത് ഉയർന്നു നിൽക്കുന്നു. എന്താണ് അതിന് കാരണം എന്നുള്ള ചോദ്യം, ആ ചോദ്യമാണ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം. और इसके कारण समाज जीवन में अगर हम बारीकाई से देखें कि हजारों साल हुए, हमारी हस्ती मिटती क्यों नहीं? मिटती इसलिए नहीं है, हजारों साल में हमारे अंदर बुराइयां नहीं आई हैं, आई है। हमारे में विकृतियां नहीं आई हैं, आई हैं। हमारे समाज में बिखराव नहीं आया है, आया है। अनेक बुराइयां आने के बावजूद भी इस समाज की ताकत ये रही है कि हिंदू समाज ने हमेशा अपने ही भीतर संतों को जन्म दिया, समाज सुधारकों को जन्म दिया, एक नई चेतना, नया शास्त्र जगत जगत बनाने के लिए जो जो लोगों ने जन्म लिया, उन महापुरुषों के पीछे चलने का साहस दिखाया और अपनी ही बुराइयों पर वार करने की ताकत हमारे ही समाज में से पैदा होती थी। ऐसे महापुरुष हमारे समाज में से ही पैदा होते थे और उन समाज महापुरुषों के पैकी एक बहुत बड़ा नाम केरल की धरती पर जन्मे हुए परम पूज्य नारायण स्वामी का है। ആളുകൾ സാധാരണ ജനങ്ങൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിന് നാശമുണ്ടാകാത്തത് എന്ന്. ഈ സംസ്കാരത്തിന് നിരവധി ജീർണതകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വികൃതികളെയും ഈ ജീർണതകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് എന്തുകൊണ്ട് ഹിന്ദു സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ കാരണം ഈ സമാജം തന്നെ, ഈ സമൂഹം തന്നെ ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ നിരവധി സന്യാസിമാർക്ക് ജന്മം നൽകി, നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ജന്മം നൽകി. അവർ തന്നെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ പരിവർത്തനത്തിന്റെ കാഹളമുയർത്തി. അവർ തന്നെ ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരായിട്ട്, അവർ തന്നെ ഈ സമൂഹത്തിലെ ജീർണതകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ, അങ്ങനെയുള്ള സന്യാസിമാരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആണ് ഹിന്ദു സംസ്കാരത്തിന് നാശമില്ലാത്ത ഒരു സംസ്കാരമായിട്ട് നിലനിൽക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള മഹാസന്യാസിമാരുടെ പരമ്പരയില്, ആ പരമ്പരയില് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നാമം. കേരളം ജന്മം നൽകിയ മഹാനായിട്ടുള്ള സന്യാസി ശ്രീനാരായണ ഗുരുദേവൻ. श्री नारायण गुरु जी ने उस कालखंड में शिक्षा को सर्वाधिक महत्व दिया और आज अगर केरल गर्व के साथ खड़ा है शिक्षा के क्षेत्र में, पूरे देश में केरल ने अपना एक रुतबा जमाया है। अगर उसके मूल में हम देखें तो 100-125 साल पहले ऐसे महापुरुषों ने शिक्षा के लिए अपना जीवन खपा दिया था और उसके कारण ये सबसे बड़ा मजबूत फाउंडेशन, शिक्षा का मजबूत फाउंडेशन आज केरल की धरती पर नजर आता है। ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യമാണ്. അദ്ദേഹം നൽകിയ ആ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിന്റെ വളർച്ചയുണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളം, ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പ്രകീർത്തിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ രംഗത്തിന്റെ പേരിൽ കേരളം ഇന്ത്യയുടെ മുഴുവൻ മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. അതിന്റെ അടിസ്ഥാന കാരണത്തിലേക്ക് പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും തുടക്കമിട്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദർശനങ്ങളായിരുന്നു എന്നുള്ളത് നിസ്സംശയം ഇന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. विश्व के कई समाज ऐसे हैं कि जो 20वीं शताब्दी तक नारी को बराबर का दर्जा देने के लिए तैयार नहीं थे। विश्व के प्रगतिशील माने जाने वाले देश भी लोकतंत्र में विश्वास रखने के बावजूद भी
महिला को मताधिकार देने के लिए सदियों तक तैयार नहीं थे। उस युग में भी हिंदुस्तान में ऐसे संत महात्माओं की परंपरा पैदा हुई जिन्होंने नारी कल्याण के लिए, नारी उद्धार के लिए, नारी शिक्षा के लिए, नारी समानता के लिए अपने आप को खपा दिया था और समाज के अंदर परिवर्तन लाने का प्रयास किया था। ഈ ലോകത്തെ നിരവധി രാജ്യങ്ങള്, നിരവധി പ്രദേശങ്ങള് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം നൽകിയിരുന്നില്ല. ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവര്, ഏറ്റവും പുരോഗമന രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവര് അവരുപോലും 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല. പക്ഷേ ഭാരതത്തിലെ സന്യാസിമാര്, ഭാരതത്തിലെ ഋഷിമാര് ആ കാലഘട്ടത്തില്, അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷ മാത്രമല്ല, സ്ത്രീകൾക്ക് സമാനമായിട്ടുള്ള അധികാരങ്ങള്, സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്നുള്ള ആശയം, ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള महापुरुषന്മാരായിരുന്നു. समाज के दलित, पीड़ित, शोषित, उपेक्षित, वंचित ऐसे समाज की भलाई के लिए अनेक प्रकार के समाज सुधार के काम सदियों से चलते आए हैं। लेकिन जिन समाज सुधार के कामों में राजनीति जुड़ती है, वहां पर हेट्रेड का माहौल भी जन्म लेता है। एक का सुधार करने के लिए, एक को अधिकार देने के लिए दूसरे को नीचे दिखाना, दूसरे को हेट करना, दूसरे को दूर करना, दूसरे के खिलाफ बगावत का माहौल बनाना, ये एक परंपरा रहती है। लेकिन जब समाज सुधार के अंदर अध्यात्म जुड़ता है, तब सुधार भी हो, समाज टूटे भी नहीं। सुधार भी हो लेकिन नफरत की आग पैदा न हो। समाज में सुधार भी हो लेकिन जिनके कारण समाज में बुराई आई है उनको प्रति रोष का भाव पैदा न हो। उनको भी जोड़ना, इनको भी जोड़ना, सबको जोड़ करके चलने का काम जब समाज सुधार के साथ आध्यात्मिक चेतना का मिलन होता है, तब इस प्रकार का परिवर्तन आता है। श्री नारायण गुरु के माध्यम से समाज सुधार और अध्यात्म, इन दोनों का ऐसा अद्भुत मिलन था कि समाज में कहीं पर भी उन्होंने नफरत को जन्म देने का अधिकार किसी को नहीं दिया। സാമൂഹ്യ പരിഷ്കർത്താക്കള് ഈ ഭാരതത്തിന്റെ ചരിത്രത്തിലുടനീളം ഈ നാട്ടിൽ സദ്ഭാവനയുടെ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ള ആധ്യാത്മിക പ്രവർത്തനത്തിനിടയിൽ രാഷ്ട്രീയം കലരുമ്പോൾ അവിടെ പരസ്പര വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സാഹചര്യം ഉടലെടുക്കുന്നു. രാഷ്ട്രീയം അന്യനെ താഴ്ത്തിക്കാണിക്കാനുള്ള ശ്രമത്തിന്റെ വേദിയാകുന്നു. രാഷ്ട്രീയ ചിന്തകൾ പരസ്പര വൈരം സൃഷ്ടിക്കുന്ന അവസരങ്ങളായിട്ട് മാറുന്നു. സാമൂഹ്യ പരിഷ്കർത്താക്കള് നമ്മുടെ നാട്ടില് സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം അവര് ആത്മീയ ഭാവന കൂടി, ആധ്യാത്മിക ഭാവന കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആധ്യാത്മിക ഭാവനയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് സാമൂഹ്യ പരിഷ്കരണത്തില് ആരെയും താഴ്ത്തിക്കാണിക്കുകയോ പരസ്പരം വെറുപ്പുളവാക്കുകയോ പരസ്പരം വിദ്വേഷമുളവാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിന് ഇടകൊടുക്കാതെ ഈ നാട്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് ആധ്യാത്മികതയെ സാമൂഹ്യ പരിഷ്കരണവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, ആധ്യാത്മികതയും സാമൂഹ്യ പരിഷ്കരണവും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭാവനകള് അതിനുള്ള അവസരം അല്പം പോലും കൊടുക്കാതെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും ദർശനങ്ങളിലും ഉണ്ടാക്കിയത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. हमारे देश में उस कालखंड की ओर अगर हम नजर करें, समाज के अंदर बुराइयों ने जब पूरी तरह समाज पर कब्जा जमाया हो, स्थापित हितों का जमावड़ा इसको बरकरार रखने के लिए भरपूर कोशिश करता हो, ऐसे समय ऐसे संत खड़े हुए
जिनके पास कुछ नहीं था, लेकिन बुराइयों के खिलाफ लड़ने का संकल्प था और वो बुराइयों के खिलाफ खड़े हुए। समाज स्वीकार करे या न करे, वो बुराइयों के खिलाफ लड़ने के पीछे नहीं हटे और अपने जीवन को उन्होंने पूरी जिंदगी तिल तिल समाज सुधार के लिए घिस दिया। जिस समाज के अंदर ईश्वर भक्ति सर्वश्रेष्ठ मानी जाती हो, परमात्मा सब कुछ है ऐसा माना जाता हो, उस कालखंड में भी इस देश में ऐसे सन्यासी हुए, वो कहते थे ईश्वर भक्ति बाद में करो, पहले दरिद्र नारायण की सेवा करो। दरिद्र नारायण भी भगवान का रूप होता है और उन गरीबों की भलाई करोगे, ईश्वर को वो प्राप्त हो जाएगा। ये संदेश देने की ताकत इस भूमि में थी। നമ്മുടെ ചരിത്രത്തിലെ ചില ഘട്ടങ്ങളിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളും സന്യാസിമാരും ഈ നാട്ടിലെ നിക്ഷിപ്ത താൽപര്യക്കാരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സാമൂഹ്യമായിട്ടുള്ള ജീർണതകൾ നിലനിന്നപ്പോൾ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന കാലഘട്ടങ്ങളിൽ അതിനെതിരായിട്ട് കൈമുതലായിട്ട് ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചു, അതിനെതിരായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. അവരുടെ പരിശ്രമം, ആ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് समाज सुधारकों ने अपने जीवन को बलि चढ़ा करके भी समाज की बुराइयों के सामने लड़ाई लड़ी और उसको प्राप्त किया. സാമൂഹ്യ പരിഷ്കർത്താക്കള് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പാതയിലൂടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമത്തിന് നേതൃത്വം നൽകി. श्री नारायण गुरु की तरफ हम अगर नजर करें तो ध्यान में आता है, उस समय जब अंग्रेजों का राज चलता था और एक जो गुलामी मानसिकता थी, उस मानसिकता को बढ़ावा देने के लिए वो अंग्रेजी का प्रभाव बढ़ाना चाहते थे और अंग्रेजी के माध्यम से इस देश को दबाने के लिए एक रास्ता खोजते थे. ऐसे समय नारायण गुरु की दृष्टि देखिए, उन्होंने समाज को कहा अंग्रेजी सीख करके उन्हीं को उन्हीं की भाषा में जवाब देने की ताकत पैदा होनी चाहिए. अंग्रेजों से लड़ना होगा तो अंग्रेजों को अंग्रेजी की भाषा में समझाना पड़ेगा. यह हिम्मत सिखाने का काम नारायण गुरु ने उस समय किया था. ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച സന്യാസിവര്യനായിരുന്നു, മഹാപുരുഷനായിരുന്നു. പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ തയ്യാറെടുക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഷ പഠിച്ചുകൊണ്ട് ആ ഭാഷയിലുള്ള വിദ്യാഭ്യാസത്തിന് ഐത്തം കൽപ്പിച്ചു മാറ്റി നിർത്താതെ ആ ഭാഷ ഉൾപ്പെടെ സ്വായത്തമാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ, അതിന് ഈ നാട്ടിലെ ജനങ്ങൾ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഈ നാട്ടിലെല്ലാവർക്കും ലഭിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 21वीं सदी हिंदुस्तान की सदी है ऐसा कहते हैं. 21वीं सदी ज्ञान की सदी है कहते हैं. और ये हमारा सद्भाग्य है कि आज हिंदुस्तान दुनिया का सबसे युवा देश है. 65% जनसंख्या, 65% पॉपुलेशन इन दिस कंट्री इज बिलो 35. 35 से नीचे की उम्र की है और इसलिए ये युवा देश है. और ये युवा देश, ये हमारा डेमोग्राफिक डिविडेंड है. ये अपने आप में एक बड़ी शक्ति है. 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് യുവത്വത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാരതത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാൽ ഇന്ന്
ഭാരതത്തിന്റെ ജനസംഖ്യയുടെ 65% ഇന്ന് 35 വയസ്സിൽ താഴെയുള്ളവരുടേതാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ രാഷ്ട്രമാണ്. അത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ മൂലധനമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. लेकिन जो लोग प्रगति करना चाहते हैं वो सारे देश इन दिनों एक विषय पर बड़े आग्रह से बात करते हैं. अभी अभी अमेरिका में चुनाव समाप्त हुए. श्रीमान ओबामा ने दोबारा अपना प्रेसिडेंटशिप को धारण किया और दोबारा प्रेसिडेंट बनने के बाद उन्होंने जो पहला भाषण किया उस पहले भाषण में उन्होंने एक बात पर बल दिया और वो कहा कि स्किल डेवलपमेंट, हुनर सिखाओ लोगों को. जब तक हम व्यक्ति के हाथ में हुनर नहीं देते, जब तक उसको रोजगार की संभावनाएं नहीं देते, वो दुनिया में कुछ कर नहीं सकता. ये अमेरिका के समृद्ध देश की अर्थनीति के बीच भी स्किल डेवलपमेंट की बात होती है. हिंदुस्तान के अंदर डॉक्टर मनमोहन सिंह कांग्रेस की सरकार भी स्किल डेवलपमेंट की बात करती है और मुझे गर्व से कहना है कि अभी 21 अप्रैल को भारत के प्रधानमंत्री ने स्किल डेवलपमेंट के क्षेत्र में सर्वश्रेष्ठ कार्य करने के लिए गुजरात सरकार को विशेष रूप से सम्मानित किया. ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് യുവാക്കളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായിട്ടുള്ള അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഒബാമ അവിടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അമേരിക്കക്ക് പുരോഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം നേടേണ്ട അത്യാവശ്യമുണ്ട്. യുവാക്കളുടെ ഇടയിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗും ഇതേ കാര്യം നമ്മുടെ ജനങ്ങളോട് ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഗുജറാത്ത് സർക്കാരിന് ഈ കഴിഞ്ഞ 21-ാം തീയതി പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തിനുള്ള സ്കിൽ ഡെവലപ്മെന്റിനുള്ള പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്നുള്ള അവാർഡ് കിട്ടി എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. गुजरात इस देश में पहला राज्य है जिसने अलग स्किल यूनिवर्सिटी बनाने का निर्णय किया है और दुनिया का सबसे समृद्ध देश वो भी स्किल डेवलपमेंट की बात करता है. दुनिया की सबसे बड़ा लोकतंत्र देश वह भी स्किल डेवलपमेंट की बात करता है. दुनिया भर के अंदर स्किल डेवलपमेंट की चर्चा हो रही है, लेकिन मजा देखिए, 100 साल पहले केरल की धरती पर एक नारायण गुरु का जन्म हुआ जिन्होंने 100 साल पहले स्किल डेवलपमेंट पर बल देने के लिए बात की तरह नहीं प्रयास किए थे. ഗുജറാത്ത് ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ള രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും ധനികമായിട്ടുള്ള രാഷ്ട്രം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഭാരതം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്നു. പക്ഷേ അതിനേക്കാൾ ഏറെ അത്ഭുതം 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ജന്മം കൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ അന്ന് തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചു എന്ന് പറയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. आज पूरा विश्व 2 समस्याओं से जूझ रहा है. एक ग्लोबल वार्मिंग और दूसरा टेररिज्म, आतंकवाद. पूरा विश्व इन दोनों चीजों से परेशान है. लेकिन अगर हम हमारे पूर्वजों की बातों को अगर ध्यान में ले, हमारे संतों की बातों को ध्यान में ले, अगर हमारे शास्त्रों की बातों को ध्यान में ले
और अगर उसके आधार पर जीवनचर्या को करें तो मैं विश्वास से कहता हूं कि ग्लोबल वार्मिंग से मानव जात को बचाई जा सकती है, टेररिज्म के रास्ते से लोगों को वापस ला करके एक सद्भावना और प्रेम के रास्ते पर लाया जा सकता है। ये संदेश पूज्य नारायण गुरु स्वामी ने उस जमाने में दिए थे जब वो कहते थे, एक जन, एक देश, एक देवता। ये बात उस समय जब इतने बिखराव का माहौल की आज चर्चा हो रही है, एक राज्य दूसरे राज्य को पानी देने को तैयार नहीं है, ऐसे माहौल में उस महापुरुष ने दूर का देखा था और कहा था, यह देश एक, जन एक और परमात्मा एक। ये संदेश देने का काम श्री नारायण गुरु ने किया था। ഇന്ന് ലോകം രണ്ട് വലിയ വിപത്തുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഒന്ന്, ആഗോള താപനില വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. രണ്ട്, ആഗോളതലത്തിൽ ഭീകരവാദം വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. ഇത് രണ്ടിനുമെതിരായിട്ടുള്ള പരിശ്രമങ്ങൾ, പോരാട്ടങ്ങൾ ലോകമാകെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടും അകറ്റാൻ, ഇത് രണ്ടിനും പരിഹാരം കണ്ടെത്താൻ ഒരേ ഒരു മാർഗം നമ്മുടെ സന്യാസിമാരുടെ, നമ്മുടെ ഋഷിമാരുടെ വാക്കുകളിലാണ്, നമ്മുടെ ശാസ്ത്രങ്ങളിലാണ്. അതിനനുസരിച്ചിട്ടുള്ള ജീവിതചര്യ, ആ ജീവിതചര്യ അത് പാലിക്കുന്നതിലൂടെ മാത്രമേ ഈ രണ്ട് വിപത്തുകളെയും നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. ദശാബ്ദങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഉച്ചരിച്ച മഹാപുരുഷൻ, ആ മഹാസന്യാസിയുടെ ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ രണ്ട് വിപത്തുകളും ഇത് രണ്ടും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. श्री नारायण गुरु स्वामी ने जैसे कहा था उस प्रकार से कश्मीर से कन्याकुमारी अटक से कटाकर हिंदुस्तान करुणा और प्रेम से बंधा हुआ रहता, हमारे में कोई बिखराव न होता, तो आज हमारे भीतर से कोई भी आतंकवाद को साथ देने का पाप न करता। नारायण गुरु के रास्ते पर चलते तो आतंकवाद को कभी यहां जगह नहीं मिलती. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഈ രാജ്യം തയ്യാറായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾക്കനുസരിച്ച് ചലിക്കാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഭാരതത്തിന്റെ വിശാലമായ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ഭീകരവാദത്തിന് ഈ നാട്ടിൽ സാഹചര്യമുണ്ടാവില്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കും. एक समय था जब बड़े बड़े भव्य मंदिरों से प्रभाव पैदा होता था, मंदिरों के निर्माण में भी एक स्पर्धा का माहौल चलता था, प्रकृति का जितना शोषण करके जो कुछ भी किया जा सकता है वो सब होता था. ऐसे समय आप दक्षिण के मंदिर देखिए, कितने विशाल मंदिर होते हैं. ऐसे समय नारायण गुरु ने समाज के उस प्रवास को काट करके उल्टी दिशा में चल करके दिखाया कि जरूरत नहीं है बड़े बड़े विशाल मंदिरों की. छोटे छोटे मंदिरों की रचना करने का एक नई परंपरा शुरू की, सामान्य संसाधनों से बनने वाले मंदिरों की परंपरा शुरू की, और ईश्वर कहीं पर भी विराजमान रहता है, इस प्रकार से उन्होंने चिंता की. और एक प्रकार से पर्यावरण की रक्षा के लिए प्रकृति का कम से कम उपभोग करने का संदेश देने का काम श्री नारायण गुरु ने किया था. अगर उस परंपरा को हम जिरवी रखते तो आज ग्लोबल वार्मिंग की परंपरा पैदा न होती. ഇന്ന് ആധ്യാത്മികതയുടെ പേരിൽ ഇന്ന് വലിയ വലിയ ക്ഷേത്രങ്ങൾ പണിയാനുള്ള മത്സരങ്ങൾ പല സ്ഥലത്തും നടക്കുന്നു. ക്ഷേത്രങ്ങൾ പണിയുന്നതിലുള്ള മത്സരത്തിലല്ല കാര്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ മത്സരത്തിന് പകരം ക്ഷേത്രങ്ങളുടെ വലിപ്പമല്ല ആധ്യാത്മികതയുടെ അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട്, പ്രകൃതിയോട് ഒത്തുജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കുതകുന്ന തരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹം ഒരുപക്ഷെ അന്ന് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ വലിയ വലിയ ക്ഷേത്രങ്ങൾ പണിയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള പ്രതിഷ്ഠാരീതികൾ അദ്ദേഹം നടപ്പിലാക്കി. അത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയാണെങ്കിലും കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിലും എവിടെയാണെങ്കിലും പ്രകൃതിയോടൊത്ത് ജീവിക്കുന്ന പ്രതിഷ്ഠകൾ,
ആ പ്രതിഷ്ഠകള് അത് അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ ഭാഗമായിരുന്നു. ആ ദർശനം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ആഗോള താപനം പോലെയുള്ള വിപത്തുകളിൽ നിന്ന് ഈ ലോകത്തിന് മുഴുവൻ തന്നെ മുക്തി നേടാനാകുമായിരുന്നു. दुनिया के कई देश हैं जो आज भी नारी के नेतृत्व को स्वीकार करने का सामर्थ्य नहीं रखते हैं. पश्चिम के कहे जाने वाले अत्यंत आधुनिक राष्ट्र भी नारी शक्ति के सामर्थ्य को स्वीकार करने को तैयार नहीं है. लेकिन यह देश ऐसा है कि सदियों पहले अगर हमारे देश में नारी के सम्मान को चोट पहुंचे ऐसी कोई भी चीज पनपती थी तो हमारे संत महंत जागरूक हो जाते थे और नारी विमेन एम्पावरमेंट के लिए अपने युग में हमेशा वो प्रयास करते रहे हैं. समाज की बुराइयों को से समाज को बाहर ला करके मातृशक्ति के सामर्थ्य की चिंता करने का काम हमारे देश में होता रहा है. और श्री नारायण गुरु ने हमेशा विमेन एम्पावरमेंट को बल देने के लिए हमेशा बल दिया, उनको शिक्षित करने का बल दिया, उनको विकास प्रक्रिया में भागीदार बनाने का बल दिया. उन्होंने माता